വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബാറൂക്ക് അധ്യായം 3 ജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള മനോഹരമായ ഭാഗമാണ്. യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. മനുഷ്യർ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഊന്നിപ്പറയുന്നു. അവിടുന്നാണ് നമ്മുടെ ദൈവം. അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അവിടുന്ന് ജ്ഞാനത്തിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ബാറൂക്ക് 3 അധ്യായം 35 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ബാറൂക്ക് 4-5 അധ്യായങ്ങളിൽ ജെറുസലേമിന്റെ ആശ്വാസവും പ്രത്യാശയും, ദൈവം തന്റെ ജനത്തെ വീണ്ടും മഹത്വത്തിലേക്ക് കൊണ്ടുവരുമെന്ന ഉറപ്പ്, പ്രവാസത്തിൽ കഴിയുന്നവർക്കുള്ള പ്രത്യാശയുടെ സന്ദേശം എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ജെറുസലേം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവന്റെ മഹത്വത്തിന്റെ കിരീടം ശിരസിൽ അണിയുക. ബാറൂക്ക് 5 അധ്യായം 1-2 തിരുവചനങ്ങൾ. ബാറൂക്ക് അവസാന അധ്യായമായ 6 അധ്യായം ജെറമിയായുടെ ലേഖനമെന്നും അറിയപ്പെടുന്നു. വിഗ്രഹാരാധനയുടെ വ്യർത്ഥതയെക്കുറിച്ചുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇതിൽ. ബാബിലോണിലെ വിഗ്രഹങ്ങൾ ജീവഹീനവും ശക്തിയില്ലാത്തവയുമാണെന്ന് വ്യക്തമാക്കുന്നു. യഥാർത്ഥ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് ഇതിൽ കാണാം. ബാറൂക്കിന്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.